ഹായ് പറ. ഞാൻ അറിയാത്ത പോലെ ഇരിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഹായ് പേപ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും അല്ലേ? അതെ, നമ്മുടെ ഭവിനയുടെ കല്യാണത്തിന്റെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. സോ ഫ്രൈഡേ നൈറ്റ് അറൌണ്ട് ഒരു 7 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ഇത്ര ദൂരമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. നോർമലി ഒരു 4 hours അല്ല 2 hours ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളൂ. കോഴിക്കോട് പ്രാവശ്യം പോയപ്പോൾ തിരിച്ചു വന്ന ട്രെയിനിലായിരുന്നു കേട്ടോ. പക്ഷെ സ്ലീപ്പറിലായിരുന്നില്ല, കുത്തിയിരുന്നാണ് വന്നത്. മുട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോഴിക്കോട് വിട്ടിട്ട് ഒരു കാര്യം നോട്ടീസ് ചെയ്തു. കുറേ വീടൊക്കെ ഈ 4 കെട്ട് പോലത്തെ വീടൊക്കെ കണ്ടു കേട്ടോ. എന്റെ വീടിന്റെ അടുത്തൊന്നും അങ്ങനത്തെ വീടിൽ ആകെ കൂടെ ഒരെണ്ണേ ഉള്ളൂ. അത് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ ആയിട്ടാണ് മെയിൻലി യൂസ് ആക്കാറ്. അവിടെ താമസമൊക്കെ കുറവാണേ. അപ്പൊ ദാ നല്ല അടിപൊളി സൺറൈസ് ഒക്കെ കണ്ട് നമ്മളൊരു തലശ്ശേരിയിൽ അറൌണ്ട് ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ബസ്സിൽ വേണം അവളുടെ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ബസ് സ്റ്റാൻഡ് തപ്പിയിട്ടുള്ള യാത്രയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി. നമ്മൾ ഓട്ടോയിൽ നേരെ ബസ് സ്റ്റാൻഡിൽ, തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ ബസ് ഏത് റൂട്ടാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു ബസ് കിട്ടി. സോ നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ ആ ബസ് നിറയെ അവളുടെ കല്യാണത്തിന് പോകാനുള്ള ആളായിരുന്നു. അപ്പൊ നമ്മൾ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ഒരു ബസ് നിറയെ ആളായിട്ടാണ് നമ്മൾ ഭവനയുടെ കല്യാണം കൂടാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടായിരുന്നു. കാരണം ഈ പോലീസുകാർ ടിക്കറ്റ് എടുക്കാത്തവരെയൊക്കെ പൊക്കുമല്ലോ. അങ്ങനെ പിന്നെ ഇടയ്ക്ക് പുറത്തുനിന്ന് കയറുന്നവരെയൊക്കെ ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ ആ ഒരു ബഹളം കാരണം എന്റെ ഉറക്കം പോകുന്നുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ ജംഗ്ഷനിൽ എത്തിയപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണാണ് നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അവള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നത്. രാവിലെ പുട്ടും കള്ളക്കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്ന കരുതി ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. നടക്കുകയാണ്. എങ്ങോട്ടാ നടക്കണേ? ഭവിനയുടെ വീട്ടിലേക്ക്. വഴി തെറ്റിയതൊന്നുമല്ല. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട്. അതെ പുഴ കാണാനായിട്ട് വന്നത്. അങ്ങനെ പേപ്സ് വഴി തെറ്റി ആ നാട് മൊത്തം ഞങ്ങൾ ചുറ്റിക്കറങ്ങിട്ടോ. അങ്ങനെ ലാസ്റ്റ് അവളുടെ വീട് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. നേരെ ചെന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് സെഷനിലേക്കാണ് കടന്നത്. കാരണം ഇന്ന് വൈകിട്ട് അവളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്. അപ്പൊ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവളെ നമ്മൾ ഇതുവരെ ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല, അപ്പൊ അവളെയും പഠിപ്പിക്കണം. പിന്നെ നമുക്കും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു പാട്ടിന് നമ്മൾ ഇതുവരെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതൊക്കെ സെറ്റ് ആക്കാൻ തുടങ്ങി. നേരെ നമ്മൾ പ്രാക്ടീസ് സെഷനിലേക്ക് കടന്നു കേട്ടോ. പിന്നെ അഞ്ജനയ്ക്കും സ്റ്റെപ്പ് അറിയുന്നുണ്ടായിരുന്നില്ല, കാരണം അവള് വീട്ടിലായിരുന്നു. അങ്ങനെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരും സ്നാക്സ് ഇരിക്കാൻ തുടങ്ങി. പിന്നെയും നമ്മളും കൂടെ കുറച്ച് സ്നാക്സ് കഴിച്ചു. കാരണം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്കാണ് പോയത്. കാരണം നമുക്കിനി ഒന്ന് റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് റെഡി ആയിട്ട് വേണം വൈകിട്ടത്തെ ഫംഗ്ഷന് എത്താൻ വേണ്ടിയിട്ട്. വൈകിട്ടാണ് ചെക്കൻ കൂട്ടരെല്ലാം വരുന്നത്, അവർക്ക് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ റെഡിയായി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് തിരികെ അവിടേക്ക് എത്തി. അപ്പൊ തന്നെ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളെ കാണാൻ? സുന്ദരി കുട്ടികളായിട്ടില്ലേ? ദീപാഞ്ജലി ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളുടെ ഈ ലുക്ക്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കല്യാണ പെണ്ണിനെയൊക്കെ കണ്ടു. അവളും റെഡിയായി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ നമ്മൾ ഇവളെയായിട്ട് കണ്ട് കുറച്ച് ഫോട്ടോ സെഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഡാൻസ് കളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും. അപ്പൊ ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അവിടെ കുറെ ആൾക്കാരൊക്കെ വന്ന് തിരക്കിലൊക്കെ ആയിരുന്നു അവള് ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പുറത്ത് വന്ന് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് ചില്ലടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറെ നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം അവിടെ അവളുടെ ബ്രൈഡ് ടു ബിയുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കേക്ക് കട്ടിംഗ് ഒക്കെ. അങ്ങനെ നമ്മൾ കുറെ നേരം അതൊക്കെ കണ്ടു, വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ ചില്ലടിച്ചിരിക്കായിരുന്നു. പിന്നെ ഇന്ന് ആക്ച്വലി അവളുടെ കസിൻസിന്റെ വക ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വക ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് കേക്കൊക്കെ കഴിച്ചിട്ട് ഡാൻസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. ആക്ച്വലി ഞാൻ ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇത്
പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് കൊണ്ട് കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തതിനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. ഞാൻ ചെറിയ 2 ഷോർട്സ് ഡാൻസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവളുടെ കസിൻസിന്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി എനർജറ്റിക് ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളും കയറി കേട്ടോ. ആക്ച്വലി ഇത് ഞങ്ങൾ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനും അഞ്ജലിയും കൂടെയാണ് സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ബാക്കി സെറ്റ് ചെയ്തതൊക്കെ. പിന്നെന്താ, അങ്ങനെ കുറെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അടിച്ചു പൊളിച്ച് തകർത്ത് ഞങ്ങൾ ആ ഒരു ദിവസം നല്ലതുപോലെ എൻജോയ് ചെയ്തായിരുന്നു. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് കാത്തിരിപ്പായി. തലേന്നത്തെ ക്ഷീണം കാരണം ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേക്കും അറൗണ്ട് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നേരെ പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ചു. അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കായിട്ട് കഴിക്കാനായിട്ട് നല്ല പൂരിയും കിഴങ്ങ് കറിയും പിന്നെ അതേപോലെ ചട്ടിപ്പത്തിരിയാന്ന് തോന്നുന്നു, കറക്റ്റ് പേരറിയില്ല, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സൈറ്റഡ് ആണോ അഞ്ജന? നിങ്ങൾ രണ്ടുപേരോ? അങ്ങനെ ഞങ്ങളുടെ ഭവന നല്ല കല്യാണ വശത്തിൽ സുന്ദരിയായിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയില്ലേ അവളെ കാണാൻ. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അവളുടെ ആ ഒരു വെഡിങ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോ അവസാനം കത്രികയൊക്കെ കിട്ടി. നമ്മൾ പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടോ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, താമസിക്കാതെ തന്നെ പോസ്റ്റ് ചെയ്യാമേ. പിന്നെന്താ, അഞ്ജന, അഞ്ജലി, ഭവിന, ഞാൻ ഇവരെ 3 പേരെയും പരിചയപ്പെടുന്നത് നമ്മുടെ ക്വസ്റ്റ് ഫെസ്റ്റിന്റെ ഡാൻസ് പ്രാക്ടീസ് സെഷനിൽ നിന്നാണ്. അന്ന് അഞ്ജനയും ഭവിനയും ജോയിൻ ചെയ്തിട്ട് 1 മന്ത് എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റില്. അന്ന് അറൌണ്ട് 3 years ആയി ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. പിന്നെ ആ ഫ്ലാറ്റ് മാറി ഇവരുടെ ഫ്ലാറ്റിലേക്ക് വന്നു. അങ്ങനെ കുറെ അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഭവിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് പുകഴ്ത്തി പറയട്ടേടി. ആക്ച്വലി ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, എന്ത് സ്പോർട്സിന്റെ ഇവന്റ് വന്നാലും ലൈക്ക് ഫുട്ബോൾ ആകട്ടെ, ക്രിക്കറ്റ് ആകട്ടെ, ബാഡ്മിന്റൺ ആകട്ടെ, പിന്നെ ഡാൻസ് ആകട്ടെ, എന്തിനും അവൾ അതിൽ കാണും. അവൾക്കൊരു മടിയില്ല കേട്ടോ. അതിന്റെ പ്രാക്ടീസിന് പോകാൻ പോലും അവൾക്ക് മടിയില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. രാവിലെയും രാത്രിയിലൊക്കെ അവള് പ്രാക്ടീസിന് പോകാനുണ്ട്. എപ്പോൾ പ്രാക്ടീസ് വെച്ചാലും അതിന് റെഡി ആയിട്ട് ഇവള് കാണും. പോളിടാൻ നമ്പർ 1 അവളായിരിക്കും. ആദ്യം തന്നെ പോളിടുന്നത് അവളായിരിക്കും കേട്ടോ. അതേസമയം ഞാനാണെങ്കിലും മടി പിടിച്ചിരിക്കാറാണ് പതിവ്. ഞാൻ ഇതിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറാൻ മാക്സിമം നോക്കും. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. മടിക്കൾ എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ അത് എനിക്കേ തരാൻ പറ്റുള്ളൂ. പക്ഷെ അവൾ അങ്ങനെയല്ല. ആ ഭവിനെയാണ് ഇപ്പൊ കല്യാണ പെണ്ണെ റെഡിയായി കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഓൾ ദ വെരി ബെസ്റ്റ് മുത്തേ, അടിച്ചു പൊളിക്കുക ലൈഫ്. അങ്ങനെ ഞങ്ങള് അവളുടെ കല്യാണമൊക്കെ കൂടിക്കഴിഞ്ഞ് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ടോ. എന്റെ നാട്ടിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു കണ്ണൂരിലെ സദ്യ എന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം കുറെ കറികൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവളോട് ബായ് ഒക്കെ പറഞ്ഞ് തിരികെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിൽ പോവാൻ. ഞാൻ ഇവരുടെ കൂടെ തന്നെ ഇറങ്ങി കേട്ടോ. കാരണം ഇവർക്ക് എന്തായാലും ട്രെയിൻ 4:30-ക്കാണ്, എനിക്ക് 5:30-ക്കാണ്. പക്ഷെ ഞാൻ ഇവരുടെ കൂടെ അങ്ങ് ഇറങ്ങിയതാണ്. എന്തായാലും നേരത്തെ എത്തുകയാണെങ്കിൽ റെസ്റ്റ് ചെയ്യാലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. നേരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ 3 മണിയായിരുന്നു. 4:30-ക്കാണ് ട്രെയിൻ. അപ്പൊ നമ്മൾ AC കയറിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് കരുതി AC വെയിറ്റിംഗ് റൂമിലിരുന്നു. അങ്ങനെ ഏകദേശം ട്രെയിൻ കയറാൻ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ വരാൻ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ പയ്യെ നടക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, 18ാം പടി പോലെ കുറെ സ്റ്റെപ്പ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? വളരെ നല്ല കല്യാണം. ഞാനല്ലാതെ പറയണ്ടേ, കല്യാണം നന്നായിരുന്നു, കാപ്പി അതിന് നന്നായിരുന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു കിടിലൻ വ്യൂ ആണ്. അങ്ങനെ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് അവർക്ക് വരാനുള്ള ട്രെയിനിൽ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നാട്ടിലോട്ടാണ്, ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് നോക്കും. ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ ഉണ്ട്. അവർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി കല്യാണം ഞങ്ങൾ ആഘോഷിച്ചു. കുറേ മെമ്മറീസ് ഒക്കെ ആയിട്ട് കുറേ ഓർത്ത് വെക്കാൻ പറ്റിയ നല്ല കുറേ മെമ്മറീസും ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇതാ വരുന്നു എൻ്റെ അടുത്ത ഗ്യാങ്. ഇവരുടെ കൂടെയാണ് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം പോകുന്നത്. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഞാൻ അറൌണ്ട് ഒരു 4:30 ആയപ്പോഴത്തേക്കും ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം മോർണിംഗ്. അങ്ങനെ ഒരു അടിച്ചു പൊളിച്ചൊരു കിടിലൻ കല്യാണം ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. അപ്പൊ ഓക്കെടാ, ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാമേ.